വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ കുഴൽ കിണറുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നത് ഒരു ജീവിത ലക്ഷ്യം പോലെ നമ്മളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ തുടങ്ങി ഇപ്പോൾ 99 നമ്മൾ കുഴൽ കിണർ നിർമ്മിച്ച് കൊടുക്കുന്ന പരിപാടി. 99ാമത്തെ കുഴൽ കിണർ നിർമ്മിക്കുന്നത് കുഞ്ഞാലൻ ഹാജിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീവി കെയ്ക്കും വേണ്ടിയിട്ടാണ്. അവരുടെ മക്കളായ മുഹമ്മദ് ബായി, അലിബായി എന്നിവർ ചേർന്നാണ് അവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 100-100ഓളം വീടുകളുണ്ട്. അതിൽ 10 വീടുകൾക്ക് ഒരു കുഴൽ കിണർ എന്ന രീതിയിലാണ് നമ്മളിത് നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 99ാമത്തെയാണ്, അടുത്തത് 100ാമത്തെ കുഴൽ കിണറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് 100 തികയ്ക്കാവുന്നതാണ്. ഇതുപോലെയുള്ള പാവപ്പെട്ട കുറേ കുട്ടികൾ അതുപോലെ ഇതാ കണ്ടില്ലേ, ആ വെള്ളത്തിന് വേണ്ടി അവർക്ക് അവരുടെ ഭാഗത്ത് ഒരു കുഴൽ കിണർ വന്നു എന്ന സന്തോഷം ആണ് അവരുടെ മുഖത്ത് കാണുന്നത്. അതിനുവേണ്ടി അവരിത് സമർപ്പിച്ച കുഞ്ഞാലൻ മുഹമ്മദ് ബായിക്കും അലിബായിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കുഞ്ഞാലൻ ഹാജിക്കും അതുപോലെ അവരുടെ മാതാവ് ഈ മുഹമ്മദ് ബായുടെയും അലിബായുടെയും മാതാപിതാക്കളാണ് കുഞ്ഞാലൻ ഹാജിയും ബീവി കെയും. അവർക്ക് വേണ്ടി മക്കൾ സമർപ്പിക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഉപകാരം ആ മാതാപിതാക്കൾക്ക് അവരുടെ ഈ കുഴൽക്കിണർ എത്ര കാലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു അത്രയും കാലം അവർക്കതിൻ്റെ ഗുണം ലഭിക്കട്ടെ. അതുപോലെ ഒരു 10 വീട്ടിൽ ഏകദേശം ഇവിടെ ഒരു 40-50 പേരുണ്ടാവും, കുട്ടികളും വലിയവരൊക്കെ അടക്കം, ചിലപ്പോൾ അതിലും കൂടും. ചില സമയത്ത് 10 വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറത്ത് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് വെള്ളം കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ദിവസവും ഒരു 10-15 വീട്ടുകാർ, ഒരു 50-100 ആളുകൾ ദിവസവും ഈ വെള്ളം കുടിക്കാനും കുളിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയാണ്. അതിൽ നിന്നും ഓരോ തുള്ളി വെള്ളം എടുക്കുമ്പോഴും അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഈ കുഞ്ഞാലൻ ഹാജിക്കും അവരുടെ ഭാര്യയായ ബീവി കെയ്ക്കും അവർക്ക് വേണ്ടി അവരുടെ മക്കൾ നിർമ്മിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരുപാട് കുഴൽക്കിണറുകൾ നമുക്ക് നിർമ്മിച്ച് കൊടുക്കാൻ ഇനിയും സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് വേണ്ടിയും അതുപോലെ സ്വന്തം പേരിലും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാം. മക്കളുടെ പേരിൽ ചെയ്തു കൊടുക്കാം. എങ്ങനെ ചെയ്തു കൊടുത്താലും ആരാണോ അതിനു വേണ്ടി പണം മുടക്കുന്നത് അവർക്ക് അതിൻ്റെ ഗുണം സർവശക്തനായ നാഥൻ എന്തായാലും നൽകാതിരിക്കും. ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പല നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ആ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് മാത്രമായിരിക്കും അതിൻ്റെ ഉപകാരം ലഭിക്കുക. അതായത് ഒരാൾക്കൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ ആ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു നേരത്തെ വിശപ്പായിരിക്കും ആ മനുഷ്യൻ്റെ മാറുന്നത്. അതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കൊടുത്ത ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. പക്ഷേ ഇത് കാലങ്ങളോളം ഇപ്പോൾ ഒരു 50 കൊല്ലം ഈ കുഴൽക്കിണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 50 വർഷവും എത്ര പേര് ഒരു ദിവസത്തിൽ 100 പേര് വെച്ച് കണക്കാക്കിയാൽ ഒരു 3000 പേര് ഒരു ദിവസം അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ 10 വർഷം അല്ലെങ്കിൽ 50 വർഷമൊക്കെ ഈ കുഴൽക്കിണർ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, അതുപോലെ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കേടുകളൊക്കെ വരികയാണെങ്കിൽ അവർ നമ്മളെ വിളിക്കും. നമ്പർ കാണുമല്ലോ, അപ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനൊന്നും ചാർജ് ഒന്നും ചെയ്യാറില്ല. മെയിൻ്റനൻസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ചില ആളുകൾ അവർ തന്നെ എല്ലാവരും കൂടി കുറേശ്ശെ പൈസയൊക്കെ എടുത്ത് മെയിൻ്റനൻസ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അത് കാലങ്ങളോളം അത് നിൽക്കും. ഇപ്പം നമ്മുടെ 100 കിണറും അല്ലെങ്കിൽ 99 കിണറും ഇപ്പോഴും നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഇതിനു മുമ്പ് ഇതിനു വേണ്ടി സംഭാവന ചെയ്ത ആളുകൾക്ക് അവരുടെ കുഴൽക്കിണർ കാണാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ നേരിട്ട് പോയിട്ട് അത് കാണുകയൊക്കെ ചെയ്യാം. എന്തായാലും ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ മക്കളായ മുഹമ്മദ് ബായും അലിബായും ചെയ്ത ഓരോ മക്കൾക്കും അവനവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ തോന്നട്ടെ. അത് ഒരുപാട് പേർക്ക് അത് ഉപകാരമാവട്ടെ എന്ന ആശംസകളോടെ ഈ കുഴൽക്കിണർ ഈ പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. Ayan na, dyan.